ഹായ് ഓൾ, വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. ഇന്ത്യയുടെ അണ്ടർ-23 ടീം മികച്ച പ്രകടനമായിരുന്നു ഇപ്പോൾ അവസാനിച്ച ഏഷ്യൻ കപ്പ് യോഗ്യതാ റൗണ്ടിൽ പുറത്തെടുത്തത്. അവസാന മത്സരത്തിൽ ബ്രൂണയെ എതിരില്ലാത്ത 6 ഗോളുകൾക്ക് പരാജയപ്പെടുത്താൻ അവർക്ക് കഴിഞ്ഞിരുന്നു. മലയാളി താരങ്ങളെല്ലാവരും ആ മത്സരത്തിൽ തിളങ്ങിയിരുന്നു. പക്ഷേ ഏഷ്യൻ കപ്പിന് യോഗ്യത കരസ്ഥമാക്കാൻ ഇന്ത്യക്ക് കഴിഞ്ഞിരുന്നില്ല. ഗോൾ ഡിഫറൻസിൽ അത് നഷ്ടമാവുകയായിരുന്നു. അത് സങ്കടം ഉണ്ടാക്കിയ കാര്യമാണ്. മലയാളി താരമായ മുഹമ്മദ് ഐമൻ അത് പറയുകയും ചെയ്തിട്ടുണ്ട്. അതായത് അവസാന മത്സരത്തിൽ 2 കിടിലൻ ഗോളുകൾ നേടാൻ ഐമന് കഴിഞ്ഞിരുന്നു. പക്ഷെ അത് സന്തോഷം നൽകുന്ന കാര്യമാണ്. എന്നാൽ അതിനിടയിലും യോഗ്യത നേടാൻ സാധിക്കാതെ പോയത് ദുഃഖമുണ്ടാക്കിയ കാര്യമാണ് എന്ന് മുഹമ്മദ് ഐമൻ ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ദേശീയ ടീമിന്റെ ജേഴ്സി അണിയുക എന്നുള്ളത് എപ്പോഴും അഭിമാനകരമായ ഒരു കാര്യമാണ്. 2 ഗോളുകൾ നേടാൻ കഴിഞ്ഞു എന്നുള്ളത് അഭിമാനം വർദ്ധിപ്പിക്കുന്ന ഒന്നാണ്. ഞാനും എൻ്റെ കുടുംബവും വളരെയധികം ഹാപ്പിയാണ്. പക്ഷേ ഇതിനിടയിലും ദുഃഖിപ്പിക്കുന്ന ഒരു കാര്യം ഞങ്ങൾക്ക് യോഗ്യത നേടാൻ കഴിഞ്ഞില്ല എന്നതാണ്. ഗോൾ ഡിഫറൻസിലാണ് ഞങ്ങൾക്ക് പുറത്താവേണ്ടി വന്നിട്ടുള്ളത്. ഇതാണ് മുഹമ്മദ് ഐമൻ പറഞ്ഞിട്ടുള്ളത്. ഏതായാലും നൗഷാദ് മൂസയുടെ ഇന്ത്യൻ അണ്ടർ-23 ടീം മികച്ച പ്രകടനം നടത്തുകയാണ്. ബഹ്റൈനെ പരാജയപ്പെടുത്താൻ അവർക്ക് കഴിഞ്ഞിരുന്നു. ഖത്തറിനോട് പരാജയപ്പെട്ടു എന്നുള്ളത് ശരിയാണ്. പക്ഷെ ആ മത്സരത്തിൽ മികച്ച പ്രകടനം ഇന്ത്യ നടത്തിയിരുന്നു. പിന്നീട് ബ്രൂണോക്കെതിരെ മികച്ച ഒരു വിജയം സ്വന്തമാക്കി. എന്നിരുന്നാലും തലനാരിഴയ്ക്ക് ആ ഒരു യോഗ്യത ഇന്ത്യക്ക് നഷ്ടപ്പെടുകയായിരുന്നു. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോ കാണാം.